ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാളിന് ശേഷമാണ് ഒരു വീഡിയോ ഇടുന്നത്. എഡിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സമയം കിട്ടാത്തതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോസൊക്കെ വരാൻ ഭയങ്കര ലേറ്റ് ആവുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ കാശിക്കുട്ടൻ്റെ എഴുത്തിനടുത്താണ് മൂകാംബികയിൽ. ഇതിൻ്റെ റീൽസൊക്കെ ഞാൻ ഓൾറെഡി ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ആൾക്കാർ കുറേ ഡീറ്റെയിൽസ് ചോദിച്ചു, അതുകൊണ്ടാണ് ഇപ്പം ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ കൊച്ചിയിൽ നിന്ന് പൂനെ എക്സ്പ്രസ്സിലാണ് കുന്താപുര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയത്. അവിടെ നിന്ന് എനിക്കൊന്ന് 1 മണിക്കൂറായിരുന്നു മൂകാംബികയിലേക്ക്. അപ്പോൾ അവിടെ നമ്മൾ ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ട്രെയിൻ ശരിക്കും രാത്രി 2:15 കൊച്ചിയിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഊബറൊക്കെ എടുത്ത് കൊച്ചിയിൽ 2:15 അപ്പോഴാണ് നമ്മൾ അറിയുന്നത് 14 മണിക്കൂർ ട്രെയിൻ ഡിലേ ആണ്. അങ്ങനെ അന്ന് തന്നെ ഉച്ചയ്ക്ക് 2:15 മാറി സമയം. ഇപ്പം നമ്മൾ പോയിട്ട് പിന്നെയും തിരിച്ച് വരികയായിരുന്നു. നമ്മൾ ആക്ച്വലി ട്രെയിൻ ഡിലേ ആണെന്ന് അറിഞ്ഞില്ല, കാരണം നമുക്ക് മെസ്സേജായിട്ടോ മെയിലായിട്ടോ ഒന്നും ഒരു നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വേറീസ് മൈ ട്രെയിനിൽ നമ്മളിപ്പോൾ നോക്കിയതുമില്ല, അതാണ് ആക്ച്വലി സത്യം. പിന്നെ അന്ന് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 3 ആഴ്ച ബാക്കിലേക്കും ആ ട്രെയിൻ ഇങ്ങനെ തന്നെയായിരുന്നു, എപ്പോഴും ഡിലേ ആണെന്ന്. അപ്പം ഈ ട്രെയിനിൽ പോകുന്നവർ അത് സൂക്ഷിക്കുക, കറക്റ്റായിട്ട് ട്രെയിൻ കറക്റ്റ് ടൈമിലാണോ നോക്കിയിട്ട് ഇറങ്ങുക. ഇനി കാശി 1 ലിറ്റർ കാശിക്കുട്ടൻ ജനിച്ചപ്പോൾ തന്നെ അച്ഛൻ നേർന്നാണ് അവൻ്റെ എഴുത്തിനെടുത്ത് മൂകാംബികയിൽ നടത്താമെന്ന്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ എല്ലാം ഫുൾ പ്ലാൻ ചെയ്ത് ഞങ്ങൾ നാട്ടിൽ വരുന്നതിന് മുമ്പായിട്ട് തന്നെ ടിക്കറ്റ്സൊക്കെ ബുക്ക് ചെയ്തു. ഈവൻ ട്രെയിൻ ടിക്കറ്റ് ആണെങ്കിലും ഹോട്ടലാണെങ്കിലും ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നെക്സ്റ്റ് ഇയറിൽ നമ്മൾ വരുമ്പോഴത്തേനും കാശിക്ക് ഓൾറെഡി 3 വയസ്സ് കഴിയും, ചിലപ്പോൾ 3.5 കഴിയുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ വർഷം തന്നെ അവനെ എഴുത്തിന് ഇരുത്താമെന്ന് വിചാരിച്ചു. ഞാനും ആദ്യമായിട്ടാണ് കേട്ടോ മൂകാംബികയിൽ പോകുന്നത്. ഞാനിതുവരെ പോയിട്ടില്ല, കുറേ വട്ടം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിലും പോകാൻ പറ്റിയിട്ടില്ല. പത്ത് 11 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. കാശി നല്ല ആക്റ്റീവായിരുന്നു. ആക്ച്വലി ഉച്ചയ്ക്ക് ട്രെയിൻ ആയതുകൊണ്ട് നമുക്ക് കുറേ സമയം അങ്ങനെ വെറുതെ ഇരിക്കേണ്ടി വന്നു. അപ്പോൾ നമ്മുടെ കണക്കൂട്ടലനുസരിച്ച് രാത്രിയാണല്ലോ ട്രെയിൻ. അപ്പോൾ 2:15 കയറിയാൽ നമ്മൾ എന്തായാലും ഉറങ്ങി എണീക്കുമ്പോഴത്തേനും അവിടെ കുന്താപുരം എത്തും എന്നൊക്കെയായിരുന്നു. പക്ഷേ ട്രെയിൻ ഫുൾ ഡിലേ ആയതുകൊണ്ട് മൊത്തത്തിൽ പ്ലാനിങ് തെറ്റിപ്പോയി. പിന്നെ ഈ ഒരു ട്രിപ്പിൻ്റെ ബെസ്റ്റ് പാട്ടെന്ന് പറഞ്ഞാൽ അച്ഛനുണ്ടായിരുന്നു. കുറേ ആൾക്കാരെങ്കിലുമൊക്കെ അറിയായിരിക്കും. അച്ഛന് കുറച്ച് സുഖമില്ലാണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ക്യാൻറ്റീൻ ഒരു വട്ടം നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അച്ഛന് നടക്കാനൊക്കെ പാടാണ്, എന്നാലും ഈ ഒരു ട്രിപ്പിൽ അച്ഛനുണ്ടായിരുന്നു. അത് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. ഞങ്ങൾ ഇനി 2 മണിക്കൂറും കൂടെ ഉണ്ട്. ശരിയാ, പോണിപ്പോ വീടിട്ട് 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 വീണ് കേട്ട വീണ് വീടിട്ട് കേട്ടോ. അമ്മമ്മൊക്കെ പോയി വീടിട്ട് നീ വീഴും താഴെ ചാടിയ. No gachi. Yes, gachi. No ghost. No ghost. No Dorothy. No ant. No monkey. No fly. No kodu. No Dorothy. No Dorothy. അവിടെ സ്റ്റിക്കർ ഒക്കെ കൊണ്ടുവരുന്നു. നല്ല എന്റർടൈൻമെന്റ്. ഗ്രീൻ കളർ എടുത്തു. അങ്ങനെ രാത്രി 12:30 ആയപ്പോഴത്തേനും നമ്മൾ കുന്താപുര എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടുന്ന് 1 മണിക്കൂറാണ് മൂകാംബികയിലേക്ക്. എനിക്കറിയില്ല, ഞങ്ങൾ 1 മണിക്കൂറേ എടുത്തുള്ളൂ. ചിലപ്പോൾ രാത്രി ആയതുകൊണ്ടായിരിക്കും. നമ്മൾ അവിടുന്ന് ഓൾറെഡി ഒരു ടാക്സി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൂടി പോകാനായിട്ട്. എല്ലാവരും നല്ല ടയേർഡായിരുന്നു, കാരണം കുറേ മണിക്കൂർ അടുപ്പിച്ചിരുന്നിട്ട് എല്ലാവർക്കും ആകെ ക്ഷീണമായി. രാത്രി ആയതുകൊണ്ട് റോഡിലൊന്നും തീരെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, നമ്മൾ വേഗം എത്തി. എനിക്ക് തോന്നുന്നു ഏകദേശം 1-1.25 മണിക്കൂറിലൊക്കെ നമ്മൾ ഹോട്ടലെത്തി. മഹാലക്ഷ്മി റെസിഡൻസി എന്ന് പറഞ്ഞ ഹോട്ടലിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത്. അത് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ്. അപ്പം അച്ഛന് കാലിനൊക്കെ വയ്യാത്തത് കൊണ്ട് ഈസി ആയിരുന്നു, നമുക്ക് ഒരുപാട് നടക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അവിടെ ബുക്കിംഗ് കിട്ടാൻ കുറച്ച് പാടാണ്. എനിക്ക് തോന്നുന്നു 1.5 മാസം മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ അടുക്കെ ഒരു കുട്ടി സംസാരം പറയുന്നുണ്ടായിരുന്നു അവിടെ ബുക്കിംഗ് കിട്ടുന്നില്ല എന്ന്. അപ്പം
അവിടെ ബുക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് തോന്നുന്നു നേരത്തെ ബുക്ക് ചെയ്യേണ്ടി വരും. ആ ഒരു ഹോട്ടൽ മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ഈ കോമ്പൗണ്ടിനകത്തുള്ളത്. അത് നമുക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു. കാരണം ഇറങ്ങുമ്പോൾ തൊട്ട് പുറത്ത് തന്നെയാണ്, നമുക്ക് അവിടെ നിന്ന് തന്നെ അമ്പലം കാണാൻ പറ്റും. പിന്നെ നമ്മൾ രാവിലെ തന്നെ ശരിക്കും പറഞ്ഞാൽ അന്ന് ഉത്രാടമായിരുന്നു കാശീനെ എഴുത്തിനിരുന്ന ദിവസം. അമ്പലത്തിൽ തീരെ തിരക്കുണ്ടായിരുന്നില്ല. രാവിലെ ഞങ്ങൾ ചെല്ലുമ്പോൾ ശരിക്കും തീരെ ആൾക്കാരുണ്ടായിരുന്നില്ല. അതും അച്ഛന് ഭയങ്കര ഒരു അനുഗ്രഹമായി. അതുകൊണ്ട് അച്ഛന് തിരക്കൊന്നും ഇല്ലാണ്ട് ഡയറക്റ്റ്ലി ഏറ്റവും ഫ്രണ്ടിൽ പോയിന്ന് തൊഴാനായിട്ടൊക്കെ പറ്റി. അതൊക്കെ അറിയരുത്. അറിയാവുന്നതാണോ? പഠിച്ചു പക്ഷെ എന്ത് ചെയ്യാൻ പോലും സരസ്വതി മണ്ഡപത്തിലാണ് കുട്ടികളെ എഴുത്തിനിരുത്തുന്നത്. അന്ന് കുറേ കുട്ടികളുണ്ടായിരുന്നു. എല്ലാ ദിവസവും എഴുത്തിനിരുത്തുന്ന ഏക ഒരു അമ്പലം മൂകാംബികയാണെന്നാണ് എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. എല്ലാ ദിവസവും അവിടെ കുട്ടികളെ എഴുത്തിനിരുത്താറുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ടെൻഷനായിരുന്നു കാശി അടങ്ങിയിരിക്കുകയോ കരയോ എന്നൊക്കെ. കാരണം കുറേ കുട്ടികളൊക്കെ അവിടെ കരയുന്നൊക്കെ ഉണ്ടായിരുന്നു. ദേവി അനുഗ്രഹിക്കുന്ന പ്രാപിച്ചു. ഓം ശ്രീ സർവദോഷനിവാരണാർത്ഥം ആയുരാരോഗ്യ പ്രാപ്ത്യർത്ഥം മൂകാംബികാ സന്നിധൗ വിദ്യാരംഭ പൂജ ആചാര്യ മുഖേന കാരയിഷ്യേ പ്രാർത്ഥിത. ഹരി അങ്ങനെ അറിയിക്കൂ. ഹരി ഇപ്പൊ നിങ്ങളെ പറയണം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ ഗദായിന്യേ മൂകാംബായേ നമോ നമഃ. ആദ്യമൊക്കെ കാശി കുറച്ച് വഴക്കുണ്ടാക്കിയെങ്കിലും പിന്നീട് കയ്യിൽ എഴുതാനായിട്ട് കൊടുത്തപ്പോഴത്തേനും അവൻ അടങ്ങിയിരിക്കാൻ തുടങ്ങി. അവനൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല എന്താ അവിടെ നടക്കുന്നതെന്നുള്ളത്. പിന്നെ ആ ഒരു അരിയും പാത്രവും കിട്ടി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ഫുൾ കോൺസെൻട്രേഷൻ അരിയിലായി. അവന് ആ അരി വാരി തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറേ വട്ടപ്പോൾ പൂജാരി പറഞ്ഞു നല്ല അരിയല്ല, അത് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. എന്നാലും അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് കാശി അരി വാരി തിന്നുകൊണ്ടേയിരുന്നു. മൂകാംബികായേ നമഃ. മൂകാംബികായേ നമഃ. ഓം സരസ്വത്യൈ നമഃ. ഓം സരസ്വത്യൈ നമഃ. സരസ്വത്യൈ നമഃ. സ്വർണം വിദ്യാരംഭം. അങ്ങനെ കാശിയുടെ എഴുത്തിനെഴുത്ത് നന്നായിട്ട് നടന്നു. കാശി നന്നായിട്ടിരുന്നു, വഴക്കൊന്നും ഉണ്ടാക്കിയില്ല. പിന്നെ എനിക്കും ഭയങ്കര സന്തോഷമാണ്. കാശിയുടെ പേരിലാണെങ്കിലും അച്ഛനങ്ങനെ ഒരു നേർച്ച നേർന്നതുകൊണ്ട് എനിക്കും മൂകാംബികയിൽ ആദ്യമായിട്ട് വരാൻ പറ്റി. പിന്നെ അവിടുന്ന് തിരുമേനി എഴുത്തിനിരുത്തി കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ കൊടിമരത്തിൻ്റെ അടിയിൽ പോയിട്ട് അവനെ നമസ്കരിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അമ്മമ്മേരെ കൂടെ ചെയ്യുമ്പോ എല്ലാരും ഇരുത്തി അല്ലെങ്കിൽ നീ എപ്പോഴും കിടക്കൂല വഴക്കുറയുമ്പോ. പക്ഷെ മടി അടക്കാൻ പറ്റിക്കാൻ മനസ്സിലാവും.
ഞങ്ങളെല്ലാവരും നന്നായിട്ട് അമ്പലത്തിൽ തൊഴുതു. തിരക്കുറവായതുകൊണ്ട് കുറേ പ്രാവശ്യം കയറി തൊഴാനൊക്കെ പറ്റി. പിന്നെ കുറേ പൂജകളൊക്കെ അവിടെ ചെയ്തു. ആകെ എനിക്ക് ചെറിയൊരു വിഷമം ഉണ്ടായെന്ന് പറഞ്ഞാൽ അവിടെ പോകുമ്പോൾ എല്ലാവരും പറയും ഇങ്ങനെ 3 പൂജകൾ കാണണം എന്ന്, രാത്രിയിലത്തെയും രാവിലത്തെയും ഉച്ചയ്ക്കെത്തതും. പക്ഷേ എനിക്ക് രാത്രിയിലത്തെ പൂജ കാണാൻ പറ്റിയില്ല, ഞങ്ങൾക്ക് ആർക്കും പറ്റിയില്ല. കാരണം നമ്മുടെ ട്രെയിൻ ഡിലേ ആയത് കാരണം നമുക്കന്ന് രാത്രിയിലുള്ള പൂജ കാണാൻ വേണ്ടി പറ്റിയില്ല. അപ്പം അടുത്ത വട്ടം അതും കൂടി കാണാൻ പറ്റണേ എന്നൊക്കെ പ്രാർത്ഥിച്ച് അവിടെ നിന്ന് ഇറങ്ങി. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയതും ഒരാൾ നേരെ അവിടെയുള്ളൊരു കടയിലേക്ക് കയറി. അവൻ രാവിലെ അമ്പലത്തിലേക്ക് വരുമ്പോൾ ഈ കടകളൊക്കെ നോട്ടമിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളൊരു തരത്തിലാണ് അവനെ തിരിച്ചു വരുമ്പോൾ വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞ് കയറ്റിയത്. കാശിക്ക് ഈ ടോയ്സ് കണ്ടു കഴിഞ്ഞാൽ ഏതെടുക്കണമെന്ന് ഭയങ്കര കൺഫ്യൂഷനാണ്. അവൻ ഒരെണ്ണം എടുക്കുള്ളൂ, പക്ഷേ ആ ഒരു ഡെസിഷൻ മേക്കിംഗ് അവന് ഭയങ്കര പാടാണ്. അപ്പോൾ എല്ലാം എടുത്തിട്ട് അവന് ഏതെടുക്കണമെന്ന് അറിയില്ല. അങ്ങനെ ഫൈനലി ഏതോ ഒരു ടോയൊക്കെ എടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമ്മൾ മൂകാംബികയിലെ രാവിലത്തെയും ഉച്ചക്കത്തെയും പൂജ തൊഴുതു. അന്ന് നമുക്ക് രാത്രിയിൽ തൊഴാൻ ഉള്ള ചാൻസ് ഉണ്ടായിരുന്നില്ല. കാരണം നമുക്ക് അന്ന് നമ്മൾ മാംഗ്ലൂരിൽ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആക്ച്വലി വീഡിയോ ഫുള്ളായിട്ട് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നെക്സ്റ്റ് ഡേ നമുക്ക് രാവിലെ 6 മണിക്ക് വന്ദേ ഭാരതാണ്. അവിടുന്ന് മാംഗ്ലൂർ ടു നമ്മൾ കൊച്ചിയിലേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഉച്ചയ്ക്ക് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ലഞ്ച് കഴിച്ചു. അപ്പം അത് നമ്മൾ കൊണ്ടുവന്ന ഡ്രൈവറേട്ടൻ സജസ്റ്റ് ചെയ്ത ഒരു പ്ലേസ് ആയിരുന്നു. എനിക്ക് ഹോട്ടലിൻ്റെ പേര് ഇപ്പോൾ ഓർമ്മയില്ല. നല്ല നോൺ വെജ് മീൽസ് ആയിരുന്നു, നല്ല ഫിഷൊക്കെ ആയിരുന്നു, നല്ല ഫിഷ് ഫ്രൈ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് കാശീൻ്റെ എഴുത്തിനെഴുത്ത്. നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫുഡാണ്. ഞങ്ങൾ കാനഡയിൽ നിന്ന് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നാടൻ ഭക്ഷണങ്ങളോട് ഭയങ്കര ആർത്തിയാണ്. അങ്ങനെ നമ്മൾ വൈകുന്നേരം ആയപ്പോൾ മാംഗ്ലൂർ എത്തി. നമ്മൾ മാംഗ്ലൂർ സ്റ്റേ ചെയ്തതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ നിങ്ങൾ ഈ കാണുന്നതാണ്, മച്ച്ലി. അപ്പോൾ നമുക്ക് മച്ച്ലിയിൽ പോയിട്ട് നല്ല ഫിഷ് കഴിക്കണം, എല്ലാവരും കൊണ്ടുപോയിട്ട് നല്ല ഫുഡ് മേടിച്ചു കൊടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഗൈസ്, അങ്ങനെ ഞങ്ങൾ എത്തിയിരിക്കുകയാണ് ഫൈനലി. മാംഗ്ലൂർ മച്ച്ലി. അതെ, ഇത് ഇത്ര വലിയ ഹൈപ്പിനുള്ള സാധനം ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. ബട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. സോ വി ആർ ഹിയർ ടു ട്രൈ ഇറ്റ്. ഫൈനലി കഴിച്ചിട്ട് പറയാം. മച്ച്ലിയിൽ ഭയങ്കര തിരക്കായിരുന്നു. ഞങ്ങൾ ചെന്നപ്പോഴും ഭയങ്കര തിരക്ക്, കുറേ ആൾക്കാരുണ്ടായിരുന്നു, കുറേ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു സീറ്റ് കിട്ടി. അപ്പം അവിടെ ഫുൾ സീ ഫുഡ് ഐറ്റംസാണ്, മീനും ക്രാബും പ്രോൺസും അങ്ങനത്തെ ഐറ്റംസാണ്. അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഇപ്പോൾ ഫിഷ് കഴിക്കാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കവിടെ ഒന്നുമില്ല. അവിടെ വേറെ നോൺ വെജ് ഒരു ഐറ്റംസും ഇല്ല, അത് വെജും ഇല്ല നോൺ വെജും ഇല്ല. ബാക്കിയെല്ലാം ആക്ച്വലി ഫിഷ് ഐറ്റംസ് മാത്രമേ അവിടെ ഉള്ളൂ. നമ്മളെല്ലാവരും ലൈക്ക് ഫിഷ് ലവേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ എല്ലാം കുറേ ഓർഡർ ചെയ്തു. ഫുഡ് ഒന്നും പറയാനില്ല, ഭയങ്കര ഫ്രഷാണ്. അതേപോലെ നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താണ് നമുക്ക് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതേപോലെ ക്രാബ് ഗീ റോസ്റ്റ്, പ്രോൺസ് ഗീ റോസ്റ്റ് ഒക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു. നിങ്ങൾ ആരെങ്കിലുമൊക്കെ മാംഗ്ലൂർ പോവുകയാണെങ്കിൽ എന്തായാലും മച്ച്ലി ട്രൈ ചെയ്യാം, അടിപൊളിയാണ്. ഞങ്ങൾ മനസ്സും വയറും ഒക്കെ നിറയുന്നത് വരെ കുറേ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. കാശീൻ്റെ മെയിനായിട്ടുള്ള എഴുത്തിനെഴുത്തും അതേപോലെ മച്ച്ലിയിലെ ഫുഡും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.